ഇതിനു മുമ്പ് ഞാൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഈ വന്യജീവികളും വനവുമായി ബന്ധപ്പെട്ട കർഷകരുടെ പ്രശ്നങ്ങളിൽ സത്യസന്ധമായി ആര് സമരം നടത്തിയാലും അതിനെ പിന്തുണക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പങ്കെടുക്കലാണ് ഇന്ന് 10 മണിക്ക് ഈ ജാഥയിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ ലീഗിന്റെ വേദിയിൽ സജീവമായി തന്നെ പങ്കെടുക്കുന്നു, ഇന്ന് കോൺഗ്രസിന്റെ വേദിയിൽ അങ്ങനെ സജീവമായിട്ട് UDF-ന്റെ ഭാഗമായി ഔദ്യോഗികം അല്ലെങ്കിൽ പോലും ആയി കഴിഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെയൊന്നും ഞാൻ പറയണ്ടോ. നമ്മളെന്താ പറഞ്ഞത്, പരിപൂർണമായിട്ടും നിരുപാധിക പിന്തുണയാണ് പിണറായി വിജയനെ താഴെറക്കാൻ. ഞാൻ എൻ്റെ MLA പദവി രാജിവെക്കുന്ന ആ സദസ്സിൽ നിലമ്പൂരിലെ ജനങ്ങളോട്, കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് പറഞ്ഞ ഒരു വാക്കതാണ്, പിണറായി വിജയൻ അവസാനിപ്പിക്കണം. കാരണം അത്ര വലിയ ദുരിതത്തിലാണ് കേരളത്തിലെ ജനങ്ങളുള്ളത്. ഇനി ഏകദേശം 410 ദിവസമാണുള്ളത്. ഈ 410 ദിവസത്തിലെ ഓരോ ദിവസവും ഈ പിണറായി വിജയനെ താഴെറക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ആലോചിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവൃത്തി പദത്തിലാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടതുപക്ഷത്തിന് ഇന്ന് വരെ കിട്ടിയിട്ടില്ലാത്ത തോൽവിയുടെ പ്രഹരം ഈ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന 2026 തെരഞ്ഞെടുപ്പിലുണ്ടാകും. അതിനെതിരെയുള്ള ആ പ്രഹരത്തിൻ്റെ ആരംഭമായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്. എനിക്കറിയാം, അവരുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത്. രാജിവെച്ചിട്ടും ഞാൻ അവരുടെ ഇടയിൽ തന്നെയാണ്. 30,000-ൽ കുറയാത്ത വോട്ടുകൾ പിണറായി വിജയനെ ഞങ്ങൾ നിലമ്പൂരിൽ തോൽപ്പിക്കും. ജനങ്ങളതിന് കാത്തിരിക്കുക. ഇപ്പോൾ കേൾക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും നിലക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നുണ്ട്. അതിന് ചില എന്താ പറയുക, ഇന്ത്യയിൽ നടന്ന ഇതുപോലെയുള്ള മാറ്റിവെക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകളെ പറ്റി അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ലീഗൽ ഒപ്പീനിയൻ തേടിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ് ഈ വെല്ലുവിളി നടത്തുന്നവർ. അൻവർ പോയിട്ട് രോമം പോയിട്ടില്ല എന്നാണ് ചിലരൊക്കെ പറഞ്ഞത്. അത് രോമാണോ പോയത് തലയാണോ പോയത് എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണാം. അത് ജനങ്ങളതിൻ്റെ മറുപടി കൊടുക്കും. അപ്പോൾ നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, ബൈപ്പാസ് നിങ്ങൾക്കൊക്കെ അറിവുള്ളതാണ്. നിങ്ങളൊക്കെ നിലമ്പൂരിൽ കൂടെ യാത്ര ചെയ്യുന്നതാണ്. നിലമ്പൂരിൻ്റെ മാത്രം ബൈപ്പാസ് അല്ല, ഈ കേരളത്തിൻ്റെ മുഴുവൻ ബൈപ്പാസാണ്. CNG റോഡ് എന്ന് പറയുന്നത് കർണാടക തമിഴ്നാട്ടിലേക്ക് കടന്നു പോകുന്ന കേരളത്തിലെ അന്തർ സംസ്ഥാന പാതയാണ്. ആ പാതയിലാണ് കഴിഞ്ഞ 18-20 വർഷമായിട്ടൊരു ബൈപ്പാസിന് വേണ്ടി ശ്രമിക്കുന്നത്. ഒരു MLA എന്ന നിലക്ക് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന പരമാവധി ഞാൻ ചെയ്തു, ജനങ്ങൾക്കറിയാം. പക്ഷേ തടയിടുകയാണ്. ജില്ലാ ആശുപത്രി 1 ഏക്കർ സ്ഥലം കൂടി ഇല്ലാതെ വികസിപ്പിക്കാൻ ഒരു മാർഗ്ഗവുമില്ല.